ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചമ്മന്തി കൂട്ടിക്കഴിഞ്ഞാൽ കറിയൊന്നും വേണമെന്നില്ല, അതും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് കറി കൂട്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇത്ര ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഒരു കപ്പ് തേങ്ങയാണിത്, ഒരു കപ്പ് കറക്റ്റാണ് കേട്ടോ. കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ വിനാഗിരി, അതായത് നമ്മൾ പറയുന്ന സുർക്ക, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, ഇവിടുത്തെ വലിയതാണ്. പിന്നെ 5 വറ്റൽമുളക്, 6-7 ഉണ്ട്, പക്ഷേ ഞാൻ 5 എടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും. ഇത്രയും വേണ്ടുള്ളൂ ഈ ഒരു ചമ്മന്തിക്ക്. ഇതിന് മുന്നേ ഞാൻ ചെമ്മീൻ ചമ്മന്തിയും അതുപോലെ തന്നെ സാധാരണ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട്, ഇതെല്ലാം ഞാൻ ഇതിൽ മുന്നേ ഉച്ചയോൺ റെസിപ്പീസിലെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടാ. ഇനി ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ നന്നായിരിക്കും. 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഈ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് വാട്ടി എടുക്കൽ തന്നെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം കളറൊന്നും മാറണമെന്നില്ല, ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ചിലരിത് നോർമലായിട്ടും തേങ്ങയിലിട്ടിട്ട് ആക്കുന്ന ആണലുണ്ട്. ഞാൻ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. മുളക് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർമലായിട്ട് ഉണ്ടാക്കുന്ന മുളക് ചമ്മന്തിയിൽ വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, പിന്നെ മുളക് പൊടിയും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അമനും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇടാണ്ടും ആക്കാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടായിട്ട് കുറച്ചൊരു മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് ഒരു കളറ് കിട്ടും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ചെറിയൊരു മിക്സി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സീൻ്റെ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഞാനുണ്ടല്ലോ ചില ടൈമിന് കറിയൊന്നും ഇല്ലെങ്കിൽ വേഗം ഇതും പിന്നെ പപ്പടവും മുട്ട ഓംപ്ലേറ്റും ഉണ്ടാവും. അതാണെങ്കിൽ മക്കളും ഞാനും എല്ലാം നന്നായിട്ട് ചോറ് കഴിക്കും. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ആ മുളക് പൊടി ഇട്ട് കൊടുത്തോണ്ട് കുറച്ച് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരൊറ്റ ഇൻഗ്രീഡിയൻസിൻ്റെ കുറവുണ്ട്, അതായത് വിനാഗിരിൻ്റെ. ആ വിനാഗിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാനിത് മാത്രം വീഡിയോ എടുക്കാൻ കാരണം ഉച്ചയോൺ റെസിപ്പീസിലെല്ലാം ഇട്ടുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് കമൻറ്റിൽ മുളക് ചമ്മന്തിൻ്റെ റെസിപ്പി പറയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് സുർക്ക, അതായത് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചെറുനാരങ്ങനെ പീയുന്ന സമയത്ത് ചിലപ്പം അത് പുളിപ്പ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറഞ്ഞു പോവും. അതുകൊണ്ട് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് വരണം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് ഇടുന്നുണ്ട് പ്ലേറ്റിൽ. ഇനി ഇതിലേക്ക് ചമ്മന്തിയും പപ്പടം ഇട്ടിട്ട് കുഴച്ച് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ മക്കൾസിനാണ് കൊടുക്കുന്നത്. ഈ ഒരു ചമ്മന്തി കാണുമ്പം തന്നെ എത്ര ചോറ് കഴിച്ചാലും മതിയാവില്ല, അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ടുള്ള ചമ്മന്തി വേണമെങ്കിൽ അതും ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് കുഴച്ചിട്ട് പപ്പടം കൂടി മിക്സ് ആക്കിയിട്ട് മക്കൾസിന് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് നാട്ടിൽ നിന്നെല്ലാം മുളക് പൊടിക്കുകയെന്ന് വെച്ചാൽ ഉമ്മാമ അമ്മീമേലിട്ടിട്ടാണ് അരച്ചെടുക്കൽ. എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് അതിൽ ലാസ്റ്റ് ചോറിട്ടിട്ട് ഉരുള നമുക്ക് വായിൽ വെച്ച് തരും. അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് മാത്രമല്ല നമ്മളെ ബേക്കിൽ ഉപ്പയും ഉപ്പാനനിയന്മാരും ഒരിക്കലും കൊടുക്കും കേട്ടോ. ആ ഒരു ഉരുളക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. പക്ഷേ ഒരു ഉരുള മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു മധുരിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും കിട്ടൂല. 90s 80s കിഡ്സിനെല്ലാം അത് കൂടുതലായിട്ടും കിട്ടിയിട്ടുണ്ടാവുക, കാരണം അത് കൂട്ടുകുടുംബമായിരുന്നു. ഈ ഒരു മുളക് ചമ്മന്തി നമുക്ക് പരിപ്പിൻ്റെ കറീൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊന്നും അരക്കാത്ത ഈ ഒരു പരിപ്പിൻ്റെ കറി ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരിപ്പിൻ്റെ കറീൻ്റെ കൂടെ മുളക് പൊടിച്ചതും പപ്പടവും പിന്നെ മുട്ട ഓംപ്ലേറ്റ്, അത് നമ്മൾ അഹങ്കരിക്കുന്നില്ല, അതും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.